അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്ക് ചുറ്റുള്ള ആൾക്കാർ തന്നെ ഉണ്ട്. നമ്മൾ കടം കൊടുക്കുന്ന സമയത്ത് നമ്മളോട് അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. എന്നാൽ നമ്മൾ ആ കടം കൊടുത്ത വസ്തുക്കൾ, അതായത് പണമോ സ്വർണമോ ഒക്കെ തിരികെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് ശത്രുക്കളായി മാറും. അവർക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ പൈസ കൊടുത്തിട്ട് നമുക്കൊരാവശ്യം വരുമ്പോൾ തിരികെ ആ പൈസ ചോദിക്കുന്ന സമയത്ത് അവർ നമ്മളെ ശത്രുക്കളെ പോലെ കണ്ടിട്ട് പിന്നെ നമ്മളോട് അധികം സംസാരമോ മിണ്ടാട്ടോ ഒന്നുമില്ലാതെ കടം ചോദിച്ച പൈസ തിരികെ വാങ്ങിച്ചതിന് ശത്രുക്കളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കടം വാങ്ങിയവരേക്കാൾ ബുദ്ധിമുട്ടാണ് കൊടുത്ത ആൾക്കാർക്ക്. കാരണം ചോദിക്കുന്ന സമയത്ത് അവർ നമ്മളോട് അത്രക്കും, ചില ആൾക്കാർ, എല്ലാവരും അല്ല, മോശമായ രീതിക്കായിരിക്കും പെരുമാറുക. അത്തരക്കാരിൽ നിന്നും നമുക്ക് കിട്ടാനുള്ള പണമോ സ്വർണമോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ തിരികെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ദുആ. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ഫർള് നിസ്കാരത്തിന് ശേഷം, എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ഓതണ്ട, അത് നമുക്ക് പറ്റൂല. ഏതെങ്കിലും ഒരു ഫർള് നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ആയത്ത്, 29ാമത്തെ ആയത്ത് ഓതണം. അതിനുശേഷം സൂറത്തുൽ ഖസസിലെ 85ാമത്തെ ആയത്ത് ഓതണം. അതിനുശേഷം അലം നഷ്റഹ്, എല്ലാവർക്കും അറിയാം, നഷ്റഹ് സൂറത്ത് എല്ലാവർക്കും അറിയാം. അലം നഷ്റഹ് സൂറത്തും ഒരു പ്രാവശ്യം ഓതിയിട്ട് ആരിൽ നിന്നാണോ നമുക്ക് തിരികെ കിട്ടാനുള്ളത് അവരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, അവർ നമുക്ക് തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. കാരണം പൈസ തിരിച്ചു തരാൻ കഴിവുണ്ടായിട്ടും തരാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം അത്തരക്കാരിൽ നിന്നും തിരിച്ച് നമ്മൾ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദുആ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക.